ഇന്ത്യൻ തുറമുഖ ബിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. കഴിഞ്ഞ ദിവസം ബില്ല് ലിസ്റ്റ് ചെയ്തുവെങ്കിലും പ്രതിപക്ഷ ബഹളം കാരണം ബിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ഇന്നും ബീഹാർ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരുകയാണ്. ജിഷ്ണു, പാർലമെന്റിന്റെ ഈ വർഷകാല സമ്മേളനം ആരംഭിച്ച ശേഷം ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച മാത്രമാണ് സമാധാനപരമായി നടന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം, ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പാർലമെന്റിൽ നടക്കേണ്ട വളരെ ശക്തമായ ചർച്ചകൾ അതിനെ അലങ്കോലപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ 11 മണിക്ക് ഇരുസഭകളും ചേരുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാകും അവിടെ ചർച്ചയ്ക്ക് വരിക? ഒപ്പം ഈ നിർണായകമായ ബിൽ ഇന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അവതരിപ്പിക്കുമോ? ജിഷ്ണു. ഗൗതം, 11 മണിയോടുകൂടി പാർലമെന്റിന്റെ നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും, അതായത് വർഷകാല സമ്മേളനത്തിന്റെ ഇതുവരെയുള്ള പ്രവൃത്തി ദിവസങ്ങൾ പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ചർച്ച നടന്നിട്ടുള്ള 3 ദിവസങ്ങളിൽ മാത്രമാണ് ലോക്സഭയും രാജ്യസഭയും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ദിവസങ്ങളിലും വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇന്ത്യൻ തുറമുഖ ബിൽ 2025 കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ബില്ല് അവതരിപ്പിക്കും. ഇതാണ് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് അത്തരത്തിൽ ആ ബില്ല് അവതരണത്തിനുള്ളൊരു സാഹചര്യം ലോക്സഭയിൽ ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. നിലവിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷം തുടർച്ചയായി തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും സമാനമായി ഇരു സഭകളും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയും പാർലമെന്റിന് പുറത്ത് ധർണ നടത്തുകയും ബീഹാർ വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ നടന്നുവെന്ന പ്രഖ്യാപനവും പ്രതികരണവും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രിയങ്കയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ കാര്യത്തിലെ വിരോധാഭാസം എന്നുള്ളത് ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ, പരാതികൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകിയിരുന്നു. ദേശീയ തലത്തിലും ബീഹാറിൽ സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പരാതികളോ പ്രശ്നങ്ങളോ അപാകതകളോ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അവസരം നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിട്ട വിവരങ്ങൾ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടി പോലും പാർലമെന്റിനകത്തും പുറത്തും ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കോൺഗ്രസോ ബീഹാറിനകത്ത് ഇതിനെതിരെ ആഞ്ഞടിക്കുന്ന തേജസ്വി യാദവിന്റെ RJD ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു സിംഗിൾ പരാതിയോ ഒരു സിംഗിൾ പ്രശ്നമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഏത് പ്ലാറ്റ്ഫോമിലാണോ പരാതി ഉന്നയിച്ച ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക, അതിനു മുൻപിലേക്ക് ഒരു പരാതിയുമായി എത്താതെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനുള്ള പ്രതിഷേധവും വലിയ അത്ഭുതം വേണ്ട. കാരണം ഇവര് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നമുക്കറിയാമല്ലോ. 2017 ശേഷം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വലിയൊരു വിജയത്തിന് ശേഷം പിന്നീട് ഇവർ തോൽക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇവർ വോട്ടിംഗ് മെഷീനെതിരെ വലിയ ആരോപണങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യ തലസ്ഥാനത്ത് വോട്ടിംഗ് മെഷീൻ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ടാമ്പർ ചെയ്ത് കാണിക്കൂ. ഈ വോട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ച് BJP ഗുണമുണ്ടാക്കുന്നത്, ഇത് നിങ്ങൾ പരസ്യമായി കാണിക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളിക്കുന്ന ഘട്ടത്തിൽ ഈ വോട്ടിംഗ് മെഷീനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു പാർട്ടികൾക്കും, ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളായിരുന്നു, അവർ ആ ആരോപണം തെളിയിക്കുവാൻ കമ്മീഷന് മുന്നിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവും സമാനമാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അതിരൂക്ഷമായി പാർലമെന്റിനകത്തും പുറത്തും വിമർശിക്കുന്ന ഇക്കൂട്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ എന്തുകൊണ്ട് തെളിവുകൾ നൽകിക്കൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല? ജിഷ്ണു.